ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ലാലും ലാലിന്റെ മകനും കൂടി പ്ലാൻ ചെയ്ത വേറൊരു കഥയാണ് അയാൾ അതിനകത്ത് അവതരിപ്പിക്കുന്നത്. ഇനിയിപ്പോ ദിലീപിനെ ശിക്ഷിച്ച് 10 കൊല്ലം 20 കൊല്ലം അയാളെ അവിടെ ഇട്ട് അയാൾ കൊല്ലണമെന്നൊന്നും നമുക്കില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ 2016 നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നതെന്ന് യുവനടിയുടെ പരാതിയിൽ പറയുന്നു. നടനും സംവിധായകനുമായ ലാലിന്റെ മകൻ ജീൻ പോൾ ലാൽ ചിത്രം. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഈ ഹൈപ്പ് കൊടുക്കാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്താനാണ്. ഏത് വീഡിയോ എത്തിയില്ലെങ്കിലും ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തുക. അതുപോലെ വീഡിയോ കാണുന്ന നിങ്ങൾ അങ്ങും ഇങ്ങും തൊടാണ്ട് നിൽക്കാണ്ട് ഫുള്ള് കാണുക. ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക, കാരണം അത്രയും റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ദിലീപ് 100% ഈ കേസിൽ കുറ്റവാളി അല്ല എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഈ വീഡിയോ. അതിജീവിതയുടെ അഡ്വക്കേറ്റ് അടക്കം പറയുന്നുണ്ട് പുറമേ കടന്ന് കാണിക്കുന്ന ഈ ഷോ മാത്രമാണ്, അതിജീവിതയ്ക്ക് വേണ്ടി കിടന്ന് കാണിക്കുന്ന വെറും ഷോ മാത്രം. അല്ലാണ്ട് അവര് തന്നെ ഇത് തുറന്നു പറയുന്നുണ്ട് ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് എവിടെ പോയി ഇടിച്ച് നിൽക്കുന്നുണ്ടെന്ന്. അതുപോലെ ലാലിന്റെ മകൻ, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ട്. പിന്നെ ദിലീപിന് ചാത്തൻ സേവ എല്ലാം ശരിയാക്കി തരാം. വീഡിയോ നിങ്ങൾ മൊത്തം കാണണം, ഒരു പൊടി പോലും വിടല്. ഇവിടെ ഈ അഡ്വക്കേറ്റ് പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ കേൾക്കണം. അതുപോലെ ലാലിന്റെ മകന്റെ പേരിൽ ഒരു കേസുണ്ട്, പെണ്ണ് കേസ് തന്നെയാണ്, വേറെ ഒന്നുമല്ല, നല്ല ഒന്നാം തരം കേസാണ്. ആ കേസൊക്കെ ഒതുക്കി തീർത്തിട്ടുണ്ട്. അന്ന് ഈ WCC ഒന്നും ഇല്ലായിരുന്നല്ലോ, അവരാരും ഇടപെട്ടിട്ടില്ല. ഇപ്പോഴാണ് ഇതൊക്കെ വന്നത്, മനസ്സിലായ? ആരും ഒന്നില്ല, എല്ലാവരും ഒതുങ്ങിക്കൂടി അതോ അടുപ്പിൻ്റെ അകത്ത് മുങ്ങിയിരുന്നു. ഇപ്പോഴാണ് ദിലീപിനെ പൂട്ടാൻ വേണ്ടിയിട്ട് WCCയും എല്ലാ CCയും ഒക്കെ വരാൻ തുടങ്ങി. കൊള്ളാം, നല്ല CCകളാണ്. ഇതിൽ അഡ്വക്കേറ്റ് മിനി ചേച്ചി പറയുന്നത് കേട്ടോക്കാം. ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ലാലിന്റെ മകനും കൂടി പ്ലാൻ ചെയ്ത വേറൊരു കഥയാണ് അയാൾ അതിനകത്ത് അവതരിപ്പിക്കുന്നത്. വേറൊരു കാര്യം അറിയോ? ഈ ലാലിന്റെ സ്റ്റുഡിയോയിലെ ഓണർ ആരാന്ന് അറിയാമോ? അപ്പോയിന്റ് ചെയ്തതല്ലേ ദിലീപും അല്ല ഈ പൾസർ സുനി മാർട്ടിനും. ലാൽ ക്രിയേഷൻസിന്റെ ഡ്രൈവർമാരെന്നല്ലേ നിങ്ങൾക്കറിയണത്. അതിലെ പങ്കാളി ആരാണെന്ന് അറിയാമോ? പാർട്ട്ണർ ദിലീപ്. മനസ്സിലായില്ലേ? നമുക്ക് ഓണർ വേണ്ട, നമുക്ക് പങ്കാളിയാണ് ആവശ്യം. ഓക്കെ ചേച്ചി, അവിടെ ഒരു സെക്കൻഡ് ഒരു പൊടിക്ക് മാറിന്നില്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ നടി ആക്രമിക്കപ്പെട്ടല്ലോ, അത് ആരുടെ വണ്ടിയാ? ആരുടെ ക്രിയേഷനിലുള്ള വണ്ടിയാ? ലാൽ ക്രിയേഷനിലുള്ള, ലാൽ പ്രൊഡക്ഷനിലുള്ള വണ്ടിയാണ് ആ വണ്ടി. അതിന്റെ RC ഓണറെ ചോദ്യം ചെയ്തു. ഞാനൊരു 100 വട്ടം ചോദിച്ചു. ഓക്കെ, നിങ്ങൾ വീണ്ടും അത് കേട്ടും ഞാൻ വെറുപ്പിക്കുന്നില്ല. ചോദ്യം ചെയ്തിട്ടില്ല, RC ഓണറെയോ അത് സംബന്ധപ്പെട്ടിട്ടുള്ള ഒരാളെയും ചോദ്യം ചെയ്തിട്ടില്ല. ഞാൻ വേറൊരു കാര്യം എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ കാര്യമാണ്. ലാലിന്റെ വീട്ടിൽ നിന്ന് ഈ മാർട്ടിൻ വണ്ടി എടുത്തോണ്ട് പോകുന്നു. ഏത്? ഈ നടിയെയും കൊണ്ടുപോകുന്നുണ്ട്. ഈ വണ്ടി വഴിയെ പോയിട്ട് പൾസർ സുനിയെ കയറ്റുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. നടക്കാൻ പാടില്ലാത്ത അവരായത്തനം എല്ലാം നടന്നു. അതിജീവിതയ്ക്ക് നീതി കിട്ടണം, പക്ഷെ ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വക്കീല് നല്ല ഒന്നാം തരം വക്കീലാണ്. ഇതൊക്കെയാണ് വക്കീലെങ്കിൽ നീതി പോയിട്ട് ഒരു തേങ്ങയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെ ലാലിന്റെ വീട്ടിൽ നിന്ന് ലാലിന്റെ പ്രൊഡക്ഷനിലുള്ള വണ്ടി എടുത്തുകൊണ്ട് ലാലിന്റെ ഡ്രൈവറും പോയിട്ട് ഈ നടക്കാൻ പാടില്ലാത്ത അവരായത്തനം നടന്നതിന് ശേഷം അതേ ലാലിന്റെ ഡ്രൈവർ തിരിച്ച് ലാലിന്റെ വീട്ടിൽ കൊണ്ടുവരുന്നു. അതെന്താടെ എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്തുകൊണ്ടാ തിരിച്ച് ലാലിന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചെല്ലാം സെറ്റ് ചെയ്യുന്നു? സെറ്റിൽമെന്റ് പോലത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് അതെന്തോ അങ്ങോട്ട് ദഹിക്കുന്നില്ല. ലാലിന്റെ ഡ്രൈവർ ലാലിന്റെ വീട്ടിൽ നിന്ന് നടിയും കൊണ്ടുപോകുന്നു, ആക്രമണം കഴിഞ്ഞിട്ട് തിരിച്ച് അതേപോലെ ലാലിന്റെ വീട്ടിൽ കൊണ്ടുവരുന്നു. ഇതെന്തോന്ന്? ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാവണ്ടേ? ഇങ്ങനെ വഴിയെ കൊണ്ടുപോയിട്ട് നടിയെ ആക്രമിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ വഴിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കും. തിരിച്ച് കൊണ്ടുപോയ അതേ വീട്ടിൽ തന്നെ കൊണ്ടുവിട്ടിട്ട് ഷേക്കൻഡ് കൊടുത്ത് വിടുവോ? അവിടെ എന്തോ ഒരു ദുരൂഹത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലാലിന്റെ വണ്ടി, ഇത് ലാലിന്റെ ഡ്രൈവർ, പൾസർ സുനിക്കാണെങ്കിൽ ദിലീപുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് ഒരു രീതിയിലും പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോടതിയിലെല്ലാം ഫാബ്രിക്കേറ്റഡ് തെളിവുകളാണെന്ന് പൊളിഞ്ഞടങ്ങി. എന്നാൽ ഈ പൾസർ സുനിക്കും മാർട്ടിനും കണക്ഷൻ ഉള്ളത് ലാലുമായിട്ടും ലാലിന്റെ മകനുമായിട്ടെന്ന് നമുക്ക് പുഷ്പം പോലെ തെളിയിക്കാൻ പറ്റും. അല്ലേ? അവർ രണ്ടുപേരായിട്ട് കണക്ഷനുള്ള കാര്യം പുഷ്പം പോലെ തെളിയിക്കാൻ പറ്റും. എന്നാൽ പോലീസ് അവരെ ആഡ് ചെയ്ത് അവരെ ചോദ്യം ചെയ്തോ? ഇല്ല. അവരെ ഈ പ്രതിപട്ടികയിലോ അല്ലെങ്കിൽ പോട്ടെ അറ്റ്ലീസ്റ്റ് ചോദ്യം ചെയ്യാനെങ്കിലും വിളിപ്പിച്ചോ? ഇല്ല. അപ്പൊ എന്താ ഇവിടെ നടക്കുന്നേ? എന്താ ഇതിന്റെ പിന്നിലെ കാര്യം? ഇനി നമ്മുടെ മിനി ചേച്ചിയിലോട്ട് വരാം. മിനി ചേച്ചി പറയുന്നത് എന്താ? മിനി ചേച്ചി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലിന്റെ പ്രൊഡക്ഷനിൽ മറ്റേ പാർട്ട്ണറാണ് ദിലീപ് എന്ന്, അതുകൊണ്ട് ദിലീപാണ് ഇത് ചെയ്തതെന്നുള്ള രീതിയിലാണ്, ചെയ്യിപ്പിച്ചെന്നുള്ള രീതിയിലാണ് നമ്മുടെ മിനി ചേച്ചി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒരു പങ്ക് വരും കേട്ടോ. അങ്ങനത്തെ ഒരു വിഷയത്തിന്റെ ഇടയിൽ കിടപ്പുണ്ട്. ഞാനത് വായിച്ചു തരാം.
ഇതിന്റെ ഉടമസ്ഥൻ ലാൽ മീഡിയയുടെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം നടനും സംവിധായകനുമായ ലാലിനാണ്. MB മൈക്കിൾ, ലാൽ റിയൽ നെയിം. ഓക്കെ. DLS സിസ്റ്റം, ലാൽ മീഡിയയിൽ ഡിജിറ്റൽ സൗണ്ട് റെക്കോർഡിംഗിനായി DLS ഡിജിറ്റൽ ലാൽ സിസ്റ്റം എന്ന സൗകര്യം ഒരുക്കുന്നതിൽ ലാലിനൊപ്പം നടന്മാരായ ദിലീപും സുരേഷ് ഗോപിയും സഹകരിച്ചിരുന്നു. അതായത് പാർട്ട്ണറായിട്ട് ദിലീപും സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിനി ചേച്ചി പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയിലും പോണ്ടേ? ഇതിന്റെ പാർട്ട്ണർ ആരാ? ദിലീപ് മാത്രമല്ല, സുരേഷ് ഗോപി ഉണ്ട്. എങ്കിൽ മിനി ചേച്ചി ഒരു കാര്യം ചെയ്യും, സുരേഷ് ഗോപിയിലോട്ട് വിട്. ഇതൊന്നും അല്ല കോമഡി. ലാസ്റ്റ് നമ്മുടെ മിനി ചേച്ചി മാറ്റി പറയുന്നുണ്ട്, ദിലീപിന് ഇതിൽ പങ്കില്ല, പങ്കുണ്ടെങ്കിൽ ഈ സെറ്റപ്പിലായി. ആദ്യം ഇവരെന്താ പറയുന്നത്? പങ്കുണ്ട്, ദിലീപ് തന്നെയാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് പറയുന്ന ഇവര് നേരെ ഉൾട്ടടിച്ച് മാറുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരെ ഒരു 10 ചാനൽ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും. ഇതിന്റെ സത്യാവസ്ഥ വെട്ടിപ്പായിട്ട് പുറത്തു വരും. കാരണം ഇവർ ഒരിക്കൽ പറയുന്നതല്ല പറയുന്ന, പിന്നെ മാറ്റി പറയുന്നു, കള്ളത്തരങ്ങൾ മറിഞ്ഞു ഉരുണ്ട് കിടന്ന് കളിക്കുന്നു. ഇവര് പിടിച്ച് നിൽക്കത്തില്ല. പ്രത്യേകിച്ച് അജിന്റെ ഇന്റർവ്യൂവിൽ അജിൻ കൃത്യമായിട്ടും ചോദ്യം ചോദിച്ചു. ഏത്? ഈ ലാലിന്റെ മകനിലോട്ടും RC ഓണറായിട്ടുള്ള ഇവരൊക്കെ ആയിട്ട് എന്തുകൊണ്ട് അന്വേഷണം പോയില്ല എന്ന് കറക്റ്റായിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ എടുത്ത് ഉൾട്ടയടിച്ച്. ഇതൊന്നും ചോദിക്കാൻ പാടില്ല, ഇങ്ങനത്തെ ചോദ്യമൊന്നും ചോദിക്കാൻ പാടില്ല. ദിലീപിനെ കുറിച്ച് കുറ്റം പറയാനോ ദിലീപിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചു. ആ മൈൻഡിലായിരുന്നു ഇവര് നല്ല ഒന്നാം തര കള്ളമാണ് തുപ്പുന്നത്. അടുത്ത് ബാക്കിയും കൂടി വായിക്കാം. സുരേഷ് ഗോപിയും സഹകരിച്ചിരുന്നു. ഇവരുടെ മൂവരുടെയും പേരുകളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർത്താണ് DLS എന്ന പേര് നൽകിയിരുന്നത്. ദിലീപ്, ലാല്, സുരേഷ് ഗോപി. പങ്കാളിത്തം, ഈ സാങ്കേതിക വിഭാഗത്തിലെ സഹകരണം ഒഴിച്ചു നിർത്തിയാൽ സ്ഥാപനത്തിന്റെ ഉടമസ്ഥയിൽ ദിലീപിന് ഒരു പങ്കാളി അല്ല. അതായത് ഇതിന്റെ മെയിൻ ഇവനാണ്. ആര്? ലാലാണ്. ലാലിന്റെ മകനുമൊക്കെയാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്ത് പോകുന്നത്. ദിലീപ് പങ്കാളി മാത്രമാണ്. എന്നാൽ ഇതിന്റെ ഉടമസ്ഥാവകാശം ബാക്കിയൊക്കെ പോയിട്ട് ദിലീപ് അതിനുള്ള പങ്കില്ല എന്നാണ് പറയുന്നത്. ആ സ്ഥിതിക്ക് ഇതിൽ പങ്കാളിത്തം സുരേഷ് ഗോപിക്കുണ്ട്. എന്തുകൊണ്ട് സുരേഷ് ഗോപിയിലോട്ട് പോയില്ല അന്വേഷണം? എന്റെ പൊന്ന് ചേച്ചിയെ, മിനി ചേച്ചി തള്ളുമ്പോ മയത്തി തള്ളിയില്ലെങ്കിൽ നമ്മളെ പോലുള്ളവന്മാർ ഇതെല്ലാം കുതിപ്പൊക്കി അങ്ങ് എടുത്തടിക്കും. ഇത് എന്തുകൊണ്ട് ആദ്യം പോലെ പറയുന്നു നമ്മൾ CBIക്ക് ഈ അന്വേഷണം കൈമാറണമെന്ന്? കാരണം പോലീസുകാർ തക്കതായ രീതിയിൽ അന്വേഷിച്ചിട്ടില്ല. കിമ്പളങ്ങൾ വാങ്ങിയിട്ടാവാം, മേ ബി, അറിയത്തില്ല. എന്തായാലും നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടില്ല. ഒരാളെ പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കേസ് എടുത്തതുപോലെയാണ് എനിക്ക് ആദ്യം മുതൽ ഫീൽ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ ദിലീപിനെ പെടുത്താൻ വേണ്ടിയിട്ട്, ഇതിൽ ദിലീപിനാണ് പങ്കെന്ന് പറഞ്ഞ് ദിലീപിനെ ഇതിന്റെ ഉള്ളിൽ കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള നല്ല ഒന്നാം തരം ഫ്രോഡ് കളിയായിട്ടാണ് ആദ്യം മുതലേ ഫീൽ ചെയ്യുന്നത്. അതിജീവിതയ്ക്ക് നീതി കിട്ടണമെങ്കിൽ ഈ വക്കീലിനെ മാറ്റി നല്ല ഏതെങ്കിലും വക്കീലിനെ അതിജീവിത തന്നെ സ്വന്തമായിട്ട് വെച്ച് പൈസ മുടക്കി സ്വന്തമായിട്ട് വെച്ച് അങ്ങനെ ഈ കേസ് അന്വേഷണവും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ഒരു രീതിയിലും അതിജീവിതയ്ക്ക് നീതി കിട്ടത്തില്ല. ദിലീപിനെ നാട്ടുകാർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ദിലീപിലോട്ട് ഈ സാധനം എത്തിച്ചത് തന്നെ നമ്മളെ ഒന്നാം തരം വൃത്തികെട്ട മീഡിയകളാണ്. ഈ മീഡിയ ചാനൽ എല്ലാം കൂടിയാണ് ദിലീപിനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുത്തത്. അവർക്കിപ്പോൾ സത്യമൊന്നും അറിയണ്ട, ദിലീപിനെ തൂക്കിക്കൊള്ളണം. ഈ സെറ്റപ്പിലാണ് ജനങ്ങൾ നയിക്കുന്നത്. അത് മാറണമെങ്കിൽ ഇതിന്റെ സത്യം പുറത്തു വരണം. CBI അന്വേഷണം തന്നെ ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുത്താൽ മാത്രമേ ഇതിന്റെ സത്യം പുറത്തു വരത്തുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കേസ് ഒരു രീതിയിലും ദിലീപുമായിട്ട് കണക്ട് ആവുന്ന ഒരു തെളിവുകളും ഇല്ലെന്നാണ് പറയുന്നത്. അതുപോലെ കോടതിയിൽ ഒരു തെളിവ് എത്തിയിട്ടില്ല. പക്ഷെ ഈ കേസിൽ കണക്ട് ആവുന്ന ലാലിന്റെ മകനുമായിട്ട് നല്ലപോലെ കണക്ട് ആവുന്നുണ്ട്. എന്നാൽ അതൊന്നും ചോദ്യം ചെയ്യാനും അതിനെ പറ്റിയിട്ട് സംസാരിക്കാനുമില്ല. ഞാൻ വേറൊരു കേസ് ചോദിക്കട്ടെ. ഈ ലാലിന്റെ മകനെതിരെ വേറൊരു കേസ് ഉണ്ടായിരുന്നു. അത് പൈസ കൊടുത്തെന്ന് ഒത്തുതീർപ്പാക്കി തീർത്ത് വിട്ട കേസാണ്. അതായത് മറ്റേ അഭിനയിപ്പിച്ചിട്ട് ബാക്കി ഭാഗത്ത് വേറെ ആളെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ട് മറ്റേ രീതിയിലുള്ള ചെറിയ സെറ്റപ്പ് വീഡിയോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ എന്തോ ഡബ്ലിങ് അങ്ങനെ എന്തോ ഒരു പേരും പറയും. ഓക്കെ, ആ ഒരു പരിപാടി അന്ന് ലാലിന്റെ മകൻ ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ലാലിന്റെ മകനെതിരെ ഒരു സ്ത്രീയൊക്കെ അന്ന് വന്ന് അവസാനം അതിങ്ങനെ കുത്തിപ്പൊങ്ങി വരുന്ന സമയത്ത് നൈസായിട്ട് അതിനെ അങ്ങ് ഒതുക്കി അങ്ങ് വിട്ടായിരുന്നു. അന്ന് WCC ഇല്ല, ഒരു RCC ഇല്ല ഇടപെടാനായിട്ട്. ഒരുത്തനും ഇല്ല, ഒരുത്തിയും ഇല്ല ഇടപെടാനായിട്ട്. കാരണം ലാൽ പ്രൊഡക്ഷനിലോട്ട് വരുന്ന പ്രശ്നങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല. ആ ഒരു സെറ്റപ്പിലായിരുന്നു അന്നത്തെ ആ ന്യൂസ് കണ്ടുനോക്കാം. 2016 നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നതെന്ന് യുവനടിയുടെ പരാതിയിൽ പറയുന്നു. നടനും സംവിധായകനുമായ ലാലിന്റെ മകൻ ജീൻ പോൾ ലാൽ ചിത്രം ഹണിബി 2-വിൽ അഭിനയിക്കുന്നതിനായി യുവനടി പനങ്ങാടുള്ള റമദ ഹോട്ടലിലെത്തി. ചിത്രത്തിൽ അഭിനയിച്ച ശേഷം പ്രതിഫലം ആവശ്യപ്പെട്ട നടിയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നാണ് പരാതി. ജീൻ പോൾ ലാൽ, ശ്രീനാഥ് ഭാസി, അനൂപ്, അനിരുദ്ധ് എന്നിവർക്കെതിരെ നടി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇൻഫോ പാർക്ക് CI രാധാമണിയുടെ നേതൃത്വത്തിൽ നടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. പ്രതിഫലം നൽകാതെ വഞ്ചിച്ചു, യുവതിയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചു തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് 4 പേർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് പനങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കേട്ടല്ലോ, ഇതൊന്നും എന്തിനാ ആ ഒരു WCC വന്ന് ചോദിക്കാത്തത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇതൊന്നും ചോദിക്കാൻ WCCക്ക് നാക്ക് പൊങ്ങത്തില്ലേ?
ഇന്ന് അതിജീവിതയ്ക്കൊപ്പം യുവനടിക്കൊപ്പം എന്ന് പറഞ്ഞും കൊണ്ട് കുറെ ടീമുകളുണ്ടല്ലോ. ഇവിടെ എത്രയോ സാധാരണക്കാരായ സ്ത്രീകൾ ഇതിന്റെ അപ്പുറം അനുഭവിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഈ ഭാഗ്യലക്ഷ്മിയോ ഈ പറയുന്ന അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന നോട്ടീസോ അടിച്ച് ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന ടീംസ് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ എന്ത്, ഇതൊരു സിനിമാ നടി ആയതുകൊണ്ട് മാത്രം സാധാരണക്കാരായ ഏതെങ്കിലും സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാൻ ഒരു പട്ടിക്കുഞ്ഞുമില്ല. നമ്മളെ പോലുള്ളവന്മാര് ഇതൊക്കെ കണ്ണി പട്ടി കഴിഞ്ഞാൽ എടുത്ത് വീഡിയോ ചെയ്യും, നമ്മുടെ അഭിപ്രായം പറയും, നമ്മൾ 10 പറയും. അല്ലാണ്ട് ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ സിസിമാര് ഉണ്ടാ ചോദിക്കാനും പറയാനും ഒന്നുമില്ല. ആരും വരത്തുമില്ല. അവർക്ക് ആർക്കും ഇതൊന്നും പറ്റത്തില്ല. സാധാരണക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വേണ്ട. ഇതിപ്പോ ഒരു വലിയ വിഷയമാക്കി കുറെ ചർച്ചകളൊക്കെ കയറി പങ്കെടുത്ത് സ്വയം കുറച്ച് റീച്ചും ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഇരിക്കാം. ഇതിനു വേണ്ടിയിട്ട് ഇപ്പം നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു കേസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ ഇടയിൽ കരിവാരിത്തയക്കപ്പെട്ടത് ദിലീപ് കുറ്റവാളിയാണ്, ശിക്ഷിക്കപ്പെടണം ഉറപ്പായിട്ട്. പക്ഷെ അല്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കരിവാരിത്തയക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലരും വന്നിട്ട് ദിലീപ് മറ്റാണ്, മാടാണ്, കോടയാണ്, ഇതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ വിധിപ്പകർപ്പ് പോലും വായിക്കാണ്ട് അല്ലെങ്കിൽ ആ ജഡ്ജ്മെന്റ് എന്താണെന്ന് പോലും തുറന്നു നോക്കാണ്ട് വന്നിരുന്ന് കുരയ്ക്കുന്ന ടീമുകളെടുത്താണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ദിലീപാണ് ചെയ്തതെന്ന് ഉറപ്പിക്കുന്നത്? ദിലീപുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഈ കേസിന് കണക്ഷൻ വരുന്ന രീതിയിലുണ്ടോ? ഇല്ല. പകരം ലാലുമായിട്ട് പല കണക്ഷൻസും വരുന്നുണ്ട്. ലാലിന്റെ ഡ്രൈവർ, ലാലിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ്, ലാലിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ള വണ്ടി, അത് ഇത് ചപ്പ് ചവർ എന്നാൽ ലാലിന് ചോദ്യം ചെയ്തോ? ഇല്ല. എന്തുകൊണ്ട്? ഇനി ലാലിന്റെ മകനെതിരെയുള്ള കേസ് ഉണ്ടല്ലോ, ഇതൊക്കെ ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ഇതാണ് പെണ്ണ് കേസ്. ഇന്നേ വരെ ഒരു പെണ്ണ് കേസ് ദിലീപിന്റെ പേരിൽ വന്നിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ലാലിന്റെ മകന്റെ പേരിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അത് ശ്രീനാഥ് ബാസിയുടെ പേരും അവിടെ ഉണ്ട്. അപ്പൊ യുവമാരെയൊക്കെ പേരിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ദിലീപിന്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ ഈ സെറ്റപ്പ്. അതാണ് ഇത്. അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ചില്ല, പകരം കിമ്പളങ്ങൾ വാങ്ങി നക്കിയിട്ട് അന്വേഷിച്ചതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. അറിയില്ല. അതിന്റെ ഒരു ഇത് കാണാനുമുണ്ട്. നമ്മൾ ഒരാളെ പ്രതിയാക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ തന്നെയാണ് ഏത് രീതിയിലായാലും ബാക്കി എല്ലാ വാതിലും അടച്ചിട്ട് അവൻ തന്നെയാണ് പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തീർക്കും. അതാണ് ഇവിടെ ദിലീപിന്റെ കേസിൽ നടന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമ്മുടെ മിനി ചേച്ചി പറയുന്നത് കേട്ടോക്കാം. അവരപ്പം ഇതൊന്നും കോടതിക്ക് വിഷയമേ അല്ല, അന്വേഷിച്ചിട്ടില്ല. ഇവരുണ്ടാക്കിയ ഈ കഥ ഇതിൽ ഇവര് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ആർക്കറിയാൻ പാടില്ല. ആ പയ്യനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലാലിന്റെ മകന് അങ്ങനത്തെ കേസൊന്നും നിൽക്കത്തില്ല. ഇത് ലാലിന്റെ മകനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാരും കൂടി പ്ലാൻ ചെയ്തുണ്ടാക്കിയ കേസ് തന്നെ. കിട്ടാ ലാലിന്റെ മകനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ലാലിന്റെ മകൻ പെർഫെക്റ്റ് എൻറ്റിറ്റീസാ. പക്ഷെ ദിലീപ് അവൻ ചെയ്യും. അതാണ് ചേച്ചിയുടെ മൈൻഡ്. അവൻ ചെയ്യും. കാരണം താൻ വാദിച്ച കേസ്, തന്റെ കയ്യിൽ വന്ന കേസ് എന്ത് അർത്ഥത്തിലും ഏത് രീതിയിലും ഓപ്പോസിറ്റ് നിൽക്കുന്നവനെ പ്രതിയാക്കി അവന് ശിക്ഷ വാങ്ങി കൊടുക്കണം എന്നുള്ള ഒരൊറ്റ ഇന്റൻഷനിലാണ് ഇവർ നിൽക്കുന്നത്. സത്യത്തിനൊപ്പം നീതിക്കൊപ്പം നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇവരിപ്പം ലാലിന്റെ മകനെ എന്തിനാണ് ഇവർ വെളുപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അതിജീവിതയുടെ കേസാണ് ഇവർ ഏറ്റെടുത്തിട്ടുള്ളത്. ആ സ്ഥിതിക്ക് ഇവര് ഒരു അടിസ്ഥാനരഹിതമായ ഒരു ഇതുമില്ലാണ്ട് എന്തിനാണ് ഇവർ ലാലിന്റെ മകനെ വെളുപ്പിക്കുന്നത്? അത് നിലനിൽക്കത്തില്ല. അത് ആരൊക്കെ കൊടുക്കാൻ ശ്രമിച്ച ഒരു കേസാ. എന്തന്വേഷിച്ചിട്ടാണ് ഇവരത് പറയുന്നത്? അന്നത് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തു. അതാണ് ആ കേസ്. അവസാനം അത് ഹൈക്കോടതിയിൽ പോയപ്പോൾ എടുത്ത് പുറത്തിറങ്ങി. കാരണം അവര് നേരത്തെ എല്ലാവരും സെറ്റപ്പായി. അതാണ് പറഞ്ഞത്. ഇതിപ്പം ഇവരെന്തിനാണ് വന്നിരുന്നത് ലാലിന്റെ മകനെ വെളുപ്പിക്കുന്നത്? എന്തിനാണ്? ചോദ്യചിഹ്നം. ഞാൻ അതാണ് പറഞ്ഞത്. ഇവരൊരു 10 ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഈ കേസ് മൊത്തം തെളിയും. കാരണം അത്രയ്ക്ക് വായി തോന്നുന്നതിന് ഇവർ വിളിച്ചു പറയുന്നത്. സത്യം, ഇവരൊരു അഡ്വക്കേറ്റ് ആണെന്നുള്ളൊരു ക്വാളിറ്റി പോലും കാണിക്കാത്ത പോലത്തെ രീതിയിലൊക്കെയാണ് ഓരോ വാക്കുകളും വിളിച്ച് പറയുന്നത്. എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഒരിക്കൽ പറയുന്നല്ല, പിന്നെ പറയുന്നത് ദിലീപ് നിരപരാധിയാണെന്നൊക്കെ പിന്നെ വിളിച്ചു പറയുന്നുണ്ട്. അടിപൊളി മിനി ചേച്ചി, സൂപ്പർ. നിങ്ങൾ കാലം കേട്ടാ, നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഇനി അന്നത്തെ മോന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ലാല് പറയുന്നത് കേട്ടോക്കാം. പിന്നല്ല, ഇതിനൊക്കെ പേടിച്ചിട്ട് പൈസ കൊടുത്തിട്ട് ഒതുക്കാന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നത് അക്രമമായിരിക്കും. അക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളോട് ചെയ്യുന്ന അക്രമമായിരിക്കും. കാരണം വെച്ചാൽ ഇത് ഒരു ന്യായം അറിയിക്കുന്ന ഒരുപാട് സ്ത്രീകൾ പ്രശ്നങ്ങളിലൊക്കെ പെടുമ്പോൾ അവർ വരുമ്പോഴും അതിനെയൊക്കെ കാണുന്നത് ഈ ഒരു രീതിയിലായി പോകുമെന്ന് പറയുന്നത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് മറ്റ് നടിക്കുണ്ടായപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്ന പോലെ തന്നെ ഈ കാര്യത്തിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് ഇതിനെ എതിർത്ത് നിൽക്കുന്നതും സ്ത്രീകൾക്ക് വേണ്ടി. ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി ഇരിക്കത്തുള്ളൂ. ആ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ ലാലന. എന്നിട്ട് എവിടെ നിന്നണ്ണ? അയ്യോ ഒന്നും പറയാനില്ല. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, വേറൊന്നുമില്ല. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിച്ചു. ഇനി ദിലീപ് കുറ്റക്കാരനാണെന്നാണ് കുറെ ടീമുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത്? അതിജീവിതയുടെ വക്കീലടക്കം. ആ സ്ഥിതിക്ക്
ലാലണ്ണന്റെ കണ്ണിൽ ദിലീപ് കുറ്റവാളിയാണോ അല്ലയോ? എൻ്റെ ഒരു ചോദ്യമാണ്. ഇനി ലാലണ്ണന്റെ കണ്ണിൽ ദിലീപ് കുറ്റവാളിയാണെങ്കിൽ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടന്റെ ആ ഒരു മരണ ചടങ്ങിൽ വന്ന സമയത്ത് ലാല് ദിലീപിന് പോയി കൈ കൊടുക്കുവോ? കൈ കൊടുത്ത് വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിക്കുന്നു, പരസ്പരം സംസാരിക്കുന്നു. എവിടെയോ എന്തോ ഒരു ചീഞ്ഞാറ്റം ഇല്ലേ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ കേസ് ദീപിയെ കണ്ട് അന്വേഷിപ്പിക്കണം. അത് വയ്യ. ദിലീപാണ് ഇതിന്റെ പിന്നിൽ, ദിലീപ് മാത്രമാണ്. അയ്യോ, ഒരാളെ തീർക്കാൻ വേണ്ടിയിട്ട് കുറെ പേര് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലേ. ഒരാളെ നശിപ്പിക്കണം, ഇപ്പൊ നാളെ എന്നെ നശിപ്പിക്കണം എന്നൊരു ഇന്റൻഷനിൽ കുറെ പേര് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാധിക്കും. പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തെളിവ് നിരത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ നശിപ്പിച്ചേ അടങ്ങത്തുള്ളൂ, അടക്കാൻ പറ്റും. ആ ലെവലിൽ കാര്യങ്ങൾ പോകും. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദിലീപിന്റെ കരിയറിൽ താൻ അത്രയും ഹൈപ്പിൽ നിന്നൊരു സമയത്ത് എല്ലാവരെക്കാളും മലയാള സിനിമാ ഇൻഡസ്ട്രി ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ദിലീപ് വളർന്നുകൊണ്ടിരുന്ന ആ സമയത്ത് ആണ് ഇങ്ങനെ ഒരു അടി. ഈ അടി എന്തിനു വേണ്ടിയിട്ടാണെന്ന് കാലം തെളിയിക്കും. പക്ഷേ അപ്പോഴെല്ലാം കടന്നു പോകും. പണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ കേസ് നിങ്ങൾക്ക് അറിയത്തില്ലേ? അങ്ങനെ ജീവിച്ചിരുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ തെളിവാരി അടിച്ചു. പക്ഷെ സത്യം തെളിയാൻ അങ്ങനെ മരണപ്പെടേണ്ടി വന്നു. അതുപോലത്തെ അവസ്ഥയൊന്നും ഉണ്ടാവരുത്. ഇവിടെ സത്യം ജയിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കണം. സത്യത്തിന് വേണ്ടിയിട്ട്, നീതിക്ക് വേണ്ടിയിട്ടും ന്യായത്തിന് വേണ്ടിയിട്ടും സംസാരിക്കണം. അല്ലെങ്കിൽ ഇതിലൊന്നും കാര്യമില്ല. ഇവിടെ ലാലണ്ണൻ പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, കേൾക്കാം. ഒന്നും ഉണ്ടാകേണ്ട കാര്യമൊന്നും കാണില്ല. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ സാഹചര്യം, ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞാൽ അതിന് വളരെ ഇത്രയും ചാനലുകാരും എല്ലാവരും എത്തിയില്ലേ. അപ്പൊ അത് തന്നെ ഒരു വലിയൊരു സക്സസ് അല്ലേ. സാധാരണഗതിയിൽ ഇപ്പൊ ഈ പഴയ കേസൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ് ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞ് ചിലപ്പോൾ ഇത്രയും ഇതിന് ചൂടുണ്ടാകണമെന്നില്ല. അപ്പൊ നല്ല സമയമാണ് എന്ന് കണ്ടിട്ട് തന്നെയായിരിക്കും. അതെ, നല്ല സമയമാണ്, നല്ല അടിപൊളി ഒന്നാം തരം സമയമാണ്. അല്ലെങ്കിൽ ലാലണ്ണനെന്നും ലാലണ്ണന്റെ മകനൊന്നും ഇങ്ങനെയൊന്നും രക്ഷപ്പെടൂലായിരുന്നു ഈ കേസിൽ കേട്ടോ. പിന്നെ എനിക്ക് ഇപ്പോഴുള്ള സംശയം മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് നിങ്ങളിലേക്ക് വന്നില്ല വണ്ടി? ഈ വണ്ടിയിലൊക്കെ വെച്ച് ആക്രമിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ആ വണ്ടി പോലും വേണ്ടേ ആർക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് അന്വേഷണം വന്നില്ല, അതെന്തുകൊണ്ട്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഈ കേസ് തെളിയും. കാര്യം പിടിയില്ല, അത്രേ ഉള്ളൂ. ഞാനൊന്നും പോയില്ല. അനൂപ് എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. പുള്ളി പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഒറിജിനൽ സ്ക്രിപ്റ്റ് കാണിച്ചു. അതിനകത്ത് ഇവള് പോയത് കൊണ്ടിട്ട് ഒഴിവാക്കേണ്ടി വന്ന ഭാഗം കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സീൻ കാണിച്ചു കൊടുത്തു. ഇതിനകത്ത് എന്തെങ്കിലും വിധത്തിലുള്ള, അപ്പൊ ആദ്യം പറഞ്ഞത് ആഭാസകരമായ ഡ്രസ് ഇടാൻ പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ പരാതിയിലാണോ അവിടെ പറഞ്ഞതാണോന്ന് അറിയില്ല. അതിനകത്തൊരു ആഭാസകരമായിട്ട് ഡ്രസ്സും ഇല്ല, ആ പടത്തിലേ ഇല്ല. മാത്രമല്ല യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ പടമാണ്. അതിനകത്ത് അങ്ങനെ സംഭാഷണങ്ങളും ഇല്ല. സ്വന്തം മോനെ കുറിച്ച് നല്ലത് പറയാൻ ഇറങ്ങുന്ന ഒരു അച്ഛന്റെ രോദനം, അത് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. അന്ന് തന്റെ മോനെതിരെ കേസ് വന്ന സമയത്ത് തന്റെ മോനെ വെളുപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ലാല്, അന്ന് ഈ പറയുന്ന WCCക്ക് എവിടെ പോയേ? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇല്ലായിരുന്നോ? അതോ അതിജീവിത ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമേ നിങ്ങൾ സംസാരിക്കത്തുള്ളൂ? അത്രയും ഭയങ്കര ചർച്ചയാവുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എടുക്കത്തുള്ളൂ? അന്ന് നിങ്ങളുടെ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെയാണ് ഈ സംഭവം സംഭവിച്ചിട്ട് എവിടെയായിരുന്നു? ലാലിന്റെ മകനെതിരെ ഇങ്ങനെ ഒരു കേസ് വന്നിട്ട് അതങ്ങനെ ഐസായിട്ട് ഒതുക്കി തീർത്ത് വിട്ടു. അല്ലാണ്ട് അന്ന് സംസാരിക്കാൻ ഒരു WCCയും ഇല്ലായിരുന്നു എന്നുള്ളൊരു വാസ്തവം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കേട്ടാ. അതാണ് പറഞ്ഞത്, അന്ന് സംസാരിച്ചില്ല. ദിലീപിനെ കുടുക്കുക എന്നുള്ള ഒരൊറ്റ ഇന്റൻഷനോട് ബാക്കി എല്ലാവരും നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും സത്യം ജയിക്കണോടെ, അതിനു വേണ്ടിയിട്ട് സംസാരിക്കണം. ഇതിന്റെ അത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. അത് ദിലീപായാൽ ദിലീപിനെതിരെ തന്നെ സംസാരിച്ചിരിക്കും ഉറപ്പായിട്ട്. നമ്മൾ ഇതിന്റെ അത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അത് പുറത്ത് വന്നേ പറ്റത്തുള്ളൂ. അതിൽ വേറെ ഇനി ഒരു അപ്പീലും ഇല്ല മക്കളെ. ബോഡി ഡബിൾ ചിത്രത്തിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. അതിനിടെ ചിത്രത്തിന്റെ മേക്കപ്പ് മാനെ പോലീസ് ചോദ്യം ചെയ്തു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനെ തുടർന്ന് നടി എതിർപ്പറിയിച്ച് സെറ്റിൽ നിന്ന് മടങ്ങുകയായിരുന്നെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃക്കാക്കര എസി PP ഷംസിന്റെ നേതൃത്വത്തിൽ ഹണിബി 2 ചിത്രീകരണം നടന്ന കുമ്പളത്തെ റമദ ഹോട്ടലിലെത്തി ഉടൻ തെളിവെടുക്കും. CCTV ദൃശ്യങ്ങളടക്കം കണ്ടെടുക്കാനും നീക്കമുണ്ട്. സിനിമയിലെ മറ്റ് താരങ്ങളുടെ മൊഴിയും ഉടൻ ശേഖരിക്കും. പ്രാഥമിക അന്വേഷണത്തിൽ ബോഡി ഡബിൾ നടന്നതായി ബോധ്യമായതോടെ ജീൻ പോൾ ലാൽ അടക്കമുള്ള 4 പ്രതികളെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. അശ്ലീല ചുവയോട് സംസാരിച്ചു, പ്രതിഫലം തരാതെ വഞ്ചിച്ചു എന്നീ ആരോപണങ്ങളും നടി അണിയറ പ്രവർത്തകർക്കെതിരെ നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലും അന്വേഷണം നടന്നു വരികയാണ്. ഇതെല്ലാം അങ്ങ് വെള്ളത്തിൽ മുങ്ങി. അതുപോലെ ഇവിടെ ഒരു മേക്കപ്പ് മാന്റെ കേസ് പറയുന്നുണ്ട്, അവൻ സാക്ഷി എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അതെല്ലാം മുങ്ങി, എല്ലാം സെറ്റിൽഡ്. ഈ ഒരു സാധനം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബോഡി ഡബിംഗ് എന്നോ ഡബ്ലിംഗ് എന്നോ മറ്റേ പരിപാടി മനസ്സിലായില്ലേ? ഇപ്പം ഒരാളെ വച്ചും കൊണ്ട് കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് ബാക്കി അതിന്റെ ഹോട്ടായിട്ടുള്ള സീൻ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആളെ കയറ്റും, എന്നിട്ട് മുഖം കാണിക്കാതെ അപ്പം നമുക്ക് ഒറ്റ സീനിൽ കാണുമ്പോൾ ഇത് ഇവളുടെ ശരീരമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ആ പരിപാടിയാണ്. ഓക്കെ, അപ്പൊ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് പൈസയും കൊടുത്തില്ല, മറ്റത് അങ്ങനത്തെ എന്തൊക്കെ പ്രശ്നങ്ങൾ, ഇവൻ എന്തോ അശ്ലീല ചൊവ്വയോടെ സംസാരിച്ചു,
അപ്പൊ ഇതെല്ലാം അങ്ങ് മുങ്ങി. അപ്പൊ ഇവിടെ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ലാലിന്റെ മകനെതിരെയൊക്കെയാണ് ഇമാതിരി കോപ്പറായ പരിപാടിയൊക്കെ കാണിച്ച് പെണ്ണ് കേസൊക്കെ ഉള്ളത്. ദിലീപിന് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ല. പിന്നെ ദിലീപ് ചെയ്തതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇന്റൻഷൻ കാവ്യമായിട്ടുള്ള ബന്ധം മഞ്ജുവിന്റെ അടുത്ത് പറഞ്ഞെന്നാണല്ലോ. അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ഇത് ചെയ്ത് സ്വന്തം കരിയർ കുട്ടിച്ചോറാക്കൂടെ? അത്രയും ചിന്തിക്കണേ. താൻ ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്നും അല്ലാതെ എവിടെയും കിടക്കുന്ന ഏപ്പറച്ചയാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരാള് ഇങ്ങനത്തെ ഒരു വിട്ടിത്തനം ചെയ്തുകൊണ്ട് സ്വന്തം കരിയർ ഇല്ലാണ്ടാക്കൂ. ഇതൊരു ഗൂഢാലോചന എന്ന് പറയുന്നുണ്ട്. ഗൂഢാലോചന തന്നെയാണ്, പക്ഷെ അത് നടത്തിയത് ആരെന്ന് മാത്രമാണ് തെളിയേണ്ടത്. അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സംസാരിക്കേണ്ടവർ സംസാരിക്കുന്നുമില്ല. WCC ഒക്കെ ഈ കേസുകളും കാര്യങ്ങളൊന്നും കാണത്തില്ല. ദിലീപ് ലാലെണ്ണം പറ. പണത്തിന് വേണ്ടി ഇങ്ങനെ ഒരാള് തുനിഞ്ഞിറങ്ങുമെന്ന് കരുതുന്നുണ്ടോ? പണത്തിന് വേണ്ടി മാത്രം അതിൻ്റെയൊക്കെ അപ്പുറത്തൊക്കെ ചെയ്യുന്ന കാലഘട്ടമാണ്. നമുക്കൊന്നും അറിയാൻ പാടില്ലാത്തൊന്നുമല്ലല്ലോ ആരൊക്കെ എന്തൊക്കെ അക്രമങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല മര്യാദയായിട്ടും ഒരു പ്രശ്നങ്ങളിലും ഇടപെടാതെ, ഞാനിപ്പോ ഒരു വിവാദങ്ങളിലും ഒച്ചപ്പാടുകളിലും ഒന്നും പോയി പെടാത്ത ആളാണ്. എല്ലാം സൈലന്റ് ആയിട്ട് മാറിയിരിക്കുന്ന ആളാണ്. അന്ന് പോലും പ്രശ്നം ഉണ്ടായത് ഞാൻ വലിയ ധീരനായതുകൊണ്ടോ വലിയ മനസ്സുണ്ടായതുകൊണ്ടോന്നല്ല. ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്കപ്പോൾ അതാണ് ശരിയെന്ന് തോന്നിയുകൊണ്ട് അപ്പൊ ചെയ്തതാണ്. അതല്ല ചിലപ്പോ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ ഓടിപ്പോയിട്ട് ചിലപ്പോൾ ഏറ്റെടുത്തു വരില്ല. ഇപ്പൊ ആന്റോയൊക്കെ വന്ന് ഏറ്റെടുത്തത് ആന്റോയുടെയൊക്കെ നല്ല മനസ്സും ധീരതയും കൊണ്ടിട്ടാണ്. അവര് ഓടി വന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഓടി നടന്നു. അവസാനം അദ്ദേഹം കുറെ ചീത്ത കേൾക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ ചെയ്തത് ഇവിടെ വന്നതുകൊണ്ടിട്ട് ആ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയുണ്ട്. അപ്പൊ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് പേടിക്കുമെന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ പേടിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ജീൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പുറത്തോട്ട് പോയതാണ്, കുറച്ചായിട്ട് പുറത്തോട്ട് പോയതാണ്. ഓക്കെ, താങ്ക് യു. ലാലിന്റെ ദീർഘമായ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. അതെ ബിലാലിന്റെ ദീർഘമായ പ്രതികരണമാണ്. ഇത് പഴയ മോന്റെ കേസിലാണ്. നമ്മൾ ബേസിക്കലി നല്ല ഫാമിലിയാണ്. നമ്മൾ അങ്ങനെയൊന്നുമില്ല. ഇന്ന് എന്തും നടക്കുമല്ലോ, ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്ക് അറിയത്തില്ലേ? നിങ്ങൾ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇന്ന് എന്ത് കേസും അതും ഇതും, പിന്നെ ഇതൊക്കെ ഇതിന്റെ അപ്പുറം നടക്കും. പണോ അതിന്റെ അപ്പുറം നടക്കും. എന്ത് നന്മയുള്ള ലോകമേ. എന്റെ പൊന്നെ അണ്ണന്മാരെ, ഞാൻ ലാല് പ്രതിയാണെന്നോ അല്ലെങ്കിൽ ലാലാണ് ഇതിന്റെ ഗൂഢാലോചന നടത്തിയതാണെന്നോ ഒന്നും സ്ഥാപിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ലാലിനെതിരെയും ലാലിന്റെ മകനെതിരെ അന്വേഷണം പോയിട്ടില്ല? ആ വണ്ടി ആരുടെ? ദിലീപിന്റെ വണ്ടിയല്ലേ? അപ്പൊ ആ വണ്ടിയുടെ ഓണറും അവരുമായിട്ടൊക്കെ അന്വേഷണം ഒന്ന് പോണ്ടേ? ഇതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ദിനം പ്രതി സംസാരിക്കുന്നത്? അതും കൂടി ഒന്ന് പോയി കറക്റ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരത്തില്ല. കേസ് CBIക്ക് കൈമാറണം. അല്ലാണ്ട് ലൊട്ടിലൊടുക്ക് പൈസകൾ വാങ്ങിയിട്ട് ഞണ്ണിക്കൊണ്ട് കേസ് അന്വേഷിക്കുന്ന പോലീസുകാർ ഇനി അന്വേഷിക്കേണ്ട, CBIക്ക് കൈമാറണം. എങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരത്തുള്ളൂ. അല്ലാണ്ട് ഇതൊന്നും ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല. എന്റെ പൊന്നു മക്കളെ, ലാലണ്ണ പറ. പഴയ നടിയുടെ പ്രശ്നം ഉണ്ടായപ്പോഴും ഞാൻ പറഞ്ഞതിന്റെ പുറകിൽ ഗൂഢാലോചന ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞത്. കാരണം എന്താ വെച്ചാല് എനിക്ക് തോന്നിയത് ആ സുനി എന്ന് പറഞ്ഞ ആളും മറ്റാളും കൂടി ചെയ്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന്റെ പുറകിൽ ഇപ്പോൾ അതിന്റെ പുറകിൽ പിടിച്ചു പോകേണ്ട കാര്യമില്ല. സിനിമാക്കാരുടെ ഒരു കഥയായതുകൊണ്ട് ഒരു വലിയ ക്ലൈമാക്സ് വേണമെന്ന് കരുതിയിട്ട് ആളുകൾ അങ്ങനെ പ്രതീക്ഷിച്ചു പോയി, അല്ലെങ്കിൽ ചാനലുകാർ പ്രതീക്ഷിച്ചു പോയി എന്നൊക്കെയാണ് ഞാനും കരുതിയിരുന്നത്. പക്ഷെ പിന്നീട് അറിഞ്ഞു അതിന്റെ പുറകിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു. കേട്ടല്ലോ, അതായത് ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടല്ലോ. ലാല് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയൊന്നും ഇല്ല. അതെങ്ങനെ ലാലിന് ഉറപ്പിക്കാൻ പറ്റും? ഇപ്പൊ ഞാൻ വലിയ നന്മമരമാണ്. നിങ്ങൾ വീഡിയോ കാണുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനൊരു സ്ത്രീ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയെന്ന് വിചാരിക്കുക. നടത്തി, ഓക്കെ. ഈ വീഡിയോ കാണുന്ന സ്ത്രീകളെ തന്നെയാണ് നശിപ്പിക്കാനായിട്ട് ഞാനൊരു ഗൂഢാലോചന നടത്തി. വേറെ ആൾക്കാരെ വിട്ടാണ് ഞാൻ നിങ്ങളെ ആ പരിപാടി ചെയ്യിപ്പിച്ചെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ ഞാനാണ് പ്രവർത്തിച്ചതെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ മീഡിയക്കാർ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയൊന്നും ഇല്ല, ഇത് ചുമ്മാ ഇങ്ങനെ അവന്മാരെ ഇഷ്ടത്തിന് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി നോക്ക്. അതായത് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. അതായത് ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ എടുക്കണ്ട, ഞാൻ പൊതുവെ പറയാം. ഞാൻ ഒരു സ്ത്രീയെ നശിപ്പിക്കാനായിട്ട് ഒരു ഗൂഢാലോചന നടത്തി. ആളെ വിട്ട് ആ സ്ത്രീയെ ഉപദ്രവിച്ചു. എന്നിട്ട് ഞാനാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. നാളെ അവന്മാരെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് മീഡിയക്കാരൊക്കെ വൻ വിഷയമായ സമയത്ത് ഓക്കെ, ഞാനും ഇതുമായി എനിക്ക് ഇവരെയൊക്കെ അറിയാന്നുള്ളതുകൊണ്ട് മീഡിയക്കാർ വന്ന് എൻ്റെ അടുത്ത് ബൈറ്റ് എടുക്കുന്ന സമയത്ത് ചോദിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയൊന്നുമില്ല, ഇത് അവന്മാരെ ഇഷ്ടത്തിന് ചെയ്തത് എന്നുള്ള ഡയലോഗല്ലേ ഞാൻ അടിക്കത്തുള്ളൂ. അല്ലാതെ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട്, ഇത് അന്വേഷണ വിധേയമാക്കണം, അന്വേഷിക്കണം, പോലീസ് പറഞ്ഞ CBI വേണം, മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള സെറ്റപ്പിൽ ഞാൻ സംസാരിക്കും. ഇല്ല. ഞാൻ എന്ത് പറയും? ഇത് ഗൂഢാലോചന ഇല്ല, ഇത് ആ നാറികൾ ചെയ്തതാണ്. ഈ നാറികളെ ഏർപ്പാടാക്കിയതായിരിക്കും ഞാനായിരിക്കും. മനസ്സിലായ? ഞാൻ ഉദ്ദേശിച്ച കാര്യം പിടികിട്ടിയ ഈ നാറികളെ ഏർപ്പാടാക്കി ഞാൻ ഇപ്പുറത്ത് നിന്നുകൊണ്ട് മീഡിയക്കാർ വരുമ്പോൾ അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഒന്നുമില്ല, ഇത് അവന്മാർ ചെയ്താൽ ഇങ്ങനത്തെ ഡയലോഗ് അടിക്കാനുള്ള സാധ്യതയില്ലേ?
അതുപോലത്തെ ഏതോ ഒരു മണത്തിലുള്ള സാധനമല്ല ഇവിടെ അടിച്ചത്. എനിക്കതുപോലെ അടിച്ചു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്ന് വെച്ചിട്ട് ലാൽ കുറ്റവാളിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല. ഇത് അന്വേഷിക്കണം. എന്തുകൊണ്ട് ലാലിലേക്ക് ചോദ്യം പോയില്ല, തെളിവെടുപ്പ് പോയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ലാലിലോട്ട് പോയില്ല എന്നുള്ള കാര്യത്തിനുള്ള നല്ല ഒന്നാം തരം ഉത്തരം എനിക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി നമ്മുടെ മിനി ചേച്ചി പറയുന്നത് കേൾക്കുക. മിനി ചേച്ചിയാണ് കോമഡി. 10 ഇന്റർവ്യൂ ഇവരെ എടുത്തു കഴിഞ്ഞാൽ ഇവർ മൊത്തം സത്യം പറയും. നല്ല ഒന്നാം തരം ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കണം. ഇവർ മണിയായിട്ട് ഓരോന്നും പറയും. പക്ഷെ ഈ കേസിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനുള്ള സാധ്യത എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് നാദിർ ഷേനെയും എന്തുകൊണ്ട് അപ്പുണ്ണിനെയും ഈ ലക്ഷ്യയിലേക്ക് എത്തിക്കാനാണല്ലോ ഇവർ പോയത്. ഇതിന്റെ കൺഫെഷൻ ഉണ്ട്, കൺഫെഷൻ സുനിയുടെ. ആ കൺഫെഷൻ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ, കൺഫെഷൻ തെളിവായിട്ട് എടുക്കാനൊന്നും പറ്റില്ല, വേണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് കേൾക്കാം. ആ കൺഫെഷൻ കേട്ടാൽ അറിയാൻ പറ്റും. ഇനി പോട്ടെ, ദിലീപിന്റെ കൺഫെഷൻ അതും കേട്ടാൽ കോടതിക്ക് മനസ്സിലാവും ആരിത് ചെയ്തതെന്ന്. അപ്പം ചേച്ചിക്ക് ഇപ്പം സ്ഥിരതയൊന്നുമില്ല. ഇപ്പൊ ബാക്കിയുള്ളവരുടെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കോടതിക്ക് മനസ്സിലാവും ഈ ഒരു സെറ്റപ്പിലാണ് ചേച്ചി ഇരിക്കുന്നത്. ചേച്ചി ഇനിയിപ്പോ അടുത്ത് മൊട്ട കോമഡി അടിക്കും, കേട്ടോക്കാം. ഇനിയിപ്പോ ദിലീപിനെ ശിക്ഷിച്ച് 10 കൊല്ലം 20 കൊല്ലം അയാളെ അവിടെ ഇട്ട് അയാൾ കൊല്ലണമെന്നൊന്നും നമുക്കില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രകൃതി എന്ന് പറഞ്ഞ ഈ സത്യമുണ്ട്. അയാൾ ഭയങ്കര വിശ്വാസിയാണ്. ഈ പ്രകൃതി എന്ന് പറഞ്ഞൊരു സത്യമുണ്ട്. ചാത്തിന്റെ അടുത്താണ് ആൾ ഏറ്റവും കൂടുതൽ പോകുന്നത്. ചാത്തിനൊരു സ്വഭാവം ഉണ്ട്, അമ്മാമ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയും അമ്മൂമ്മയാണ് എന്നെ വളർത്തിയത്, മനസ്സിലായ. എനിക്ക് അച്ഛനുണ്ടായിരുന്നില്ല, അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. എൻ്റെ അമ്മാമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഭയങ്കര നോളജുള്ള ഒരാളായിരുന്നു. ഞാൻ അമ്മൂമ്മയ്ക്ക് ഓക്കെ. ഇപ്പൊ ഇവിടെ മിനി ചേച്ചി പറഞ്ഞെന്താ, ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് കീരവിത്താണ് കോടതിയിൽ വാദിച്ചത്? ദിലീപ് ചെയ്തു ദിലീപിനെതിരെ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ കോടതിയിൽ വാദിച്ചത്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് എന്താ, ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാണ പൊട്ടണ. ഇതാണ് പറഞ്ഞത്. കാലം കർമ്മ സത്യം ഇവരുടെയൊക്കെ വായിന്ന് തന്നെ വീഴുന്നത് കണ്ടോ, തുപ്പുന്നത് കണ്ടോ. ഇപ്പൊ ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെറ്റപ്പായി. പിന്നെ ഇവർ ആരെ അകത്താക്കാനാണ് ഇത്രയും ദിവസം അവിടെ പോയി വാദിച്ചത്? ദിലീപ് ചെയ്തു, ദിലീപാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞ് ഇന്ന തെളിവുകൾ എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഘോര വാദിച്ചത്. ഇപ്പൊ നിങ്ങൾ പറയുന്നു ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാത്തം പിടിക്കുമെന്ന്. അതുപോലെ ദിലീപിന് ചാത്തം സേവ ഉണ്ടെന്ന്. എന്റെ പൊന്നു ചേച്ചി, എക്സ്പോസ്ഡ്. ഈ കേസിൽ നിരപരാധിയാണ് ദിലീപ് എന്ന് തെളിയാൻ വേണ്ടി ഈ ഒരു വാക്കിന്റെ അപ്പുറം ഒന്നുമില്ല. ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് ദിലീപിനെതിരെ തെളിവുണ്ടെന്ന് പറഞ്ഞ് ഇവർ കോടതിയിൽ വാദിച്ചത്? ഇപ്പൊ ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നായി. അതായത് കോടതിയിൽ ഇവര് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കൊണ്ട് പ്രസന്റ് ചെയ്ത സാധനങ്ങളെല്ലാം പൊളിഞ്ഞു. അതാണ് ഇവരുടെയൊക്കെ വായിന്ന് അറിയാതെ സത്യങ്ങൾ വീഴുന്നു. ഈ ഇന്റർവ്യൂവിൽ തന്നെ ഉടനീളം ഇവരുടെ സത്യങ്ങൾ കുറെയൊക്കെ തുപ്പുന്നുണ്ട്. 10 ഇന്റർവ്യൂ ഇവർ കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസിന്റെ സത്യാവസ്ഥ ഇവരുടെ വായിന്ന് തന്നെ വീഴും. ഉള്ള കാര്യം പറയാം. ഇപ്പൊ ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നായി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്ന്. ഇപ്പൊ മനസ്സിലായ, ഇന്റൻഷ്യലി ദിലീപിനെ ഇതിൽ കുടുക്കിയതാ. മറിച്ച് ദിലീപാണ് കുറ്റവാളിയെങ്കിൽ തെളിയിക്കട്ടെ. ദിലീപ് ആദ്യമേ പറയുന്നു തന്നെ നുണപരിശോധന നടത്തുക, കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കുക എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ആരും കേൾക്കുന്നില്ല. നോട്ട് ദ പോയിന്റ്. എന്തായാലും ചേച്ചിയുടെ വായനയിൽ സത്യം വീഴുന്ന സ്ഥിതിക്ക് കൺഗ്രാറ്റുലേഷൻ, നിങ്ങൾ പാസ്സായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആത്മാർത്ഥമായി ദിലീപ് അല്ലാന്ന് ഇപ്പൊ കോടതിയിൽ നിന്ന് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ദിലീപ് പോയി. 19-ാം തീയതി ഈ സംഭവം ഉണ്ടായതിന്റെ അന്ന് ദിലീപ് മൈക്കിൽ പ്രസംഗിച്ചത് ഈ കുട്ടിക്കെതിരെ ഇത് ചെയ്ത ആളുകളെ ശിക്ഷിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ അവരാരും അത്തരത്തിൽ എന്നെ കാണുന്നില്ല, എന്നെ അറ്റാക്കും ചെയ്യുന്നില്ല. നേരത്തെയൊക്കെ കൂടുതലൊന്നും പറയല്ല, പറയുന്നൊക്കെ കേട്ടല്ല. ഞാൻ കൂടുതൽ റിപ്പീറ്റ് ചെയ്തൊന്നും പറയുന്നില്ല. ഇതൊക്കെയാണ് അവസ്ഥ. അവരൊക്കെ തന്നെ സത്യങ്ങൾ തുപ്പി തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ദിലീപിനെതിരെ നിന്ന് അഡ്വക്കേറ്റ് അടക്കം സത്യങ്ങൾ തുപ്പി തുടങ്ങിയിരിക്കുകയാണ്. അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ തന്നെ ഉള്ളിലുള്ള സത്യം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് അവരുടെ വായിന്നും തന്നെ വീഴുകയാണെങ്കിൽ കോടതിയിൽ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് പറയാമല്ലോ, കോടതിയിൽ ഞാൻ എല്ലാ സത്യസന്ധമായ തെളിവുകളും ദിലീപിനെതിരെ പ്രസന്റ് ചെയ്തിട്ടും കോടതി ഇങ്ങനെ അത് എടുത്തില്ല, കോടതി എല്ലാം തള്ളി, കോടതി ചതിച്ചു എന്ന് പറയാമല്ലോ. മറിച്ച് അവരുടെ വായിന്ന് തന്നെ ഉള്ളിന്ന് വന്നു ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ എന്നുള്ള സെറ്റപ്പിൽ. അപ്പൊ നിങ്ങൾ ഇത്രയും ദിവസം കോടതി കൊണ്ടുവച്ച തെളിവെന്താ? ദിലീപിനെതിരെ ഉണ്ട്, ഒരുപാട് ആനയുണ്ട്, മാടയുണ്ട്, കോടയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ദിലീപിനെതിരെ വച്ച തെളിവുകൾ എന്താ? അപ്പൊ നിങ്ങൾക്ക് പോലും ഉറപ്പില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിന്റെ പിന്നിൽ ദിലീപ് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പോലും അറിയത്തില്ല. ഇതെല്ലാം ഒരു വക്കീല്, എനിക്ക് തോന്നുന്നു അതിജീവിതം ഒരു ഡമ്മി വക്കീലിനെ എടുത്തിട്ടേന്ന് തോന്നുന്നു. നല്ല പൈസ കൊടുത്ത് നല്ല വല്ല വക്കീലിനെ വെച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഇതിന്റെ സത്യാവസ്ഥയെങ്കിലും പുറത്തു വന്നേനെ, എന്തെങ്കിലുമൊക്കെ അറിഞ്ഞേനെ. ഓക്കെ, ഇത് ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന വാദം തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറഞ്ഞു നിൽക്കാനുള്ളതും ഉറച്ചു നിൽക്കാനുള്ളതും. ഈ കേസ് വാദിക്കണം,
ഇത് വീണ്ടും റീഓപ്പൺ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തി CBI കൊണ്ട് അന്വേഷിപ്പിച്ച് യഥാർത്ഥ കുറ്റവാളികൾ ആരൊക്കെ എന്തൊക്കെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാം എക്സ്പോസ് ആണോ. മാർട്ടിന്റെ ആ വീഡിയോ പ്രചരിപ്പിച്ച 3 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. എന്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് എല്ലാവരും പറഞ്ഞല്ലോ, പിന്നെ അവന് പറയാനുള്ളതും കൂടി കേൾക്കുന്നതിൽ ഒരു തെറ്റുമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും വീഡിയോ പ്രചരിപ്പിച്ചവന്മാരെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നു. ഇതാണ് വല്ലാത്ത അവസ്ഥ. ഓക്കെ, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ പൾസർ സുനി എന്ന് പറയുന്ന തേർഡ് റേറ്റ് ചെറ്റയെ കൊണ്ട് ഈ പരിപാടി ചെയ്യിപ്പിച്ചതാര് പുറത്തു വരണം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.